എന്റെ അച്ഛനാണുള്ള പ്രായം നിങ്ങൾക്കുണ്ട്, എന്റെ അച്ഛന്റെ അച്ഛനാണുള്ള പ്രായം നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങൾ എന്ത് വർത്തമാനോട് പറഞ്ഞത്? മനസ്സിലായില്ല, മനസ്സിലാവുന്ന ഭാഷയിൽ പറയൂ. എങ്ങനെ നിങ്ങൾക്ക് എന്ത് മോഹം ഉണ്ടെന്ന് പറഞ്ഞേ? എന്ത് മോഹം ഉണ്ടെന്നാ പറഞ്ഞേ? എന്നാ പിന്നെ ഫോൺ. ഈ വയനാടൻ വ്ളോഗറെ കുറച്ച് പേർക്കെങ്കിലും പരിചയം ഉണ്ടാവും അല്ലെ? ഈ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഫാമിലി വ്ളോഗുകൾ ചെയ്യുന്ന കപ്പിൾസ് ആണ് കക്ഷികൾ, അമ്മൂസും ഏട്ടായിയും. ഫാമിലി വ്ളോഗേഴ്സ് ആകുമ്പോൾ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അത്യാവശ്യം നല്ല വെറുപ്പിക്കൽ കണ്ടന്റുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. ഏട്ടായി വന്ന് അമ്മൂസിനെ ചൊറിയും, ഇറിറ്റേറ്റഡ് ആയ അമ്മൂസ് എന്തെങ്കിലും എടുത്തെറിയും. ഇത് കണ്ട് ഏട്ടായിക്ക് ഇളക്കും, അമ്മൂസ് പിണങ്ങും. പിണങ്ങിയ അമ്മൂസിനെ ഇണക്കാൻ വേണ്ടി പിന്നെ ഏട്ടായി റൊമാൻസ് ആയിട്ട് ഇറങ്ങും. കഴിഞ്ഞ് ഇതാ ആവി പറക്കുന്ന കണ്ടന്റ് നിങ്ങൾക്ക് മുന്നിൽ റെഡി. പിന്നെ കുറെ പ്രാങ്ക്സ്, ഡേ ഇൻ മൈ ലൈഫ്, ഡ്രസ്സ് വാങ്ങാൻ പോകണു, അത് ഇത് അങ്ങോട്ട് ചാകര തന്നെ. പിന്നെ അതിന്റെ കൂട്ടത്തിൽ മുടി വെട്ടാൻ പോകുന്നു. അങ്ങനെ നിലവാരമില്ലാത്ത കണ്ടന്റുകൾ ഇങ്ങനെ ചെയ്തു പോവാണ്. ഒരു കാലത്ത് ഈ രീതിയിലൊക്കെ യൂട്യൂബിലൊക്കെ നിറഞ്ഞു നിന്ന വ്ളോഗേഴ്സ് ആയിരുന്നു ഇവരൊക്കെ. പിന്നീട് അങ്ങോട്ട് നിലവാരം കൂടി ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാണ്ടായി. യൂട്യൂബിലെ റീച്ചൊക്കെ കുറഞ്ഞു. അങ്ങനെ ഇപ്പൊ ഫേസ്ബുക്കിലാണ് വയനാടിന്റെ അംഗം. ഒരു ഫാമിലി വ്ളോഗറിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞപ്പോൾ എന്തൊരു ആശ്വാസം. അപ്പൊ പിന്നെ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഈ മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് അല്ലേ? സ്നേഹിച്ചാലും നമ്മൾ മൂക്കുമുട്ടി സ്നേഹിക്കും. നമ്മൾ സ്നേഹിക്കുന്നവർ എന്ത് ഉളത്തരം കാണിച്ചാലും അതിനെല്ലാം ന്യായീകരിക്കും അല്ലെ? ഇനി ഒരാളെ വെറുത്തു കഴിഞ്ഞാലോ നമ്മൾ നേരത്തെ പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയിരിക്കും അവരോടുള്ള നമ്മുടെ അപ്രോച്ച്. അവരെന്ത് ചെയ്താലും കുറ്റമായിരിക്കും അല്ലെ? അവർക്കിനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും നന്നായി പോയി, അങ്ങനെ തന്നെ വേണം എന്ന് ചിന്തിക്കുന്നവർ കുറവല്ല. നമ്മുടെ വയനാടൻ വ്ളോഗറിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് ആക്ച്വലി സംഭവിച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ വ്ളോഗിന് തുടക്കകാലത്തൊക്കെ ഇവർ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അത് പിന്നെ കൊറോണ കാലത്താണല്ലോ ഇടി വെട്ടിയപ്പം കൂണ് മുളച്ച് പൊങ്ങിയതുപോലെ നാട്ടിലെമ്പാടും ഫാമിലി വ്ളോഗേഴ്സ് പൊങ്ങി വന്നത്. അന്ന് ഇവർക്കൊക്കെ നല്ല സപ്പോർട്ട് കിട്ടിയിരുന്നു. എന്തുള്ളത്തരം കാണിച്ചാലും കൈയടിക്കാൻ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവരുടെ പൊള്ളത്തരങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. പതുക്കെ ആളുകളുടെ ഇഷ്ടമൊക്കെ പോയി, അത് പതിയെ വെറുപ്പാവാൻ തുടങ്ങി എന്നുള്ളതാണ്. അത് പിന്നെ ആൾക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇജാതി വെറുപ്പിക്കലൊക്കെ സഹിക്കുന്നതിന് ഒരു പരിധിയൊക്കെ അല്ലേ? എന്തായാലും എത്ര ഊക്ക് കിട്ടിയിട്ടും ഇവര് വ്ളോഗിങ് ഒന്നും നിർത്താൻ പോയില്ല കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് വയനാടൻ വ്ളോഗില് അമ്മൂസിനെ സെക്ഷലി ഹറാസ് ചെയ്തുകൊണ്ട് ഒരു ഫോൺ കോൾ വരുന്നത്. ഏതോ ഒരു കാമം കീറിയ വയസ്സനാണ് കക്ഷി. വളരെ മോശമായി തന്നെയാണ് അമ്മൂസിനോട് ഇയാൾ സംസാരിച്ചത്. ഇയാൾ ഇങ്ങനെ നിർത്താതെ വിളിച്ച് ശല്യപ്പെടുത്തി എന്നുള്ളതാണ്. ഒരു സ്ത്രീയും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വർത്തമാനമാണ് ഇയാൾ പറഞ്ഞത്. അങ്ങനെ ഇയാൾ ഒരു തവണ വിളിച്ച സമയത്ത് അവരത് ഷൂട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ ഇട്ടു. ഇത്രയും മോശമായ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോഴെങ്കിലും ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടണം എന്ന് ഇവർ വിചാരിച്ചു കാണും. പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായി പോയി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാളെ വെറുത്ത് കഴിഞ്ഞാണെങ്കിൽ പിന്നെ അയാൾക്ക് എന്ത് സംഭവിച്ചാലും നന്നായി പോയി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു കമന്റ് ബോക്സ് മൊത്തം. അത് മാത്രമല്ല ഈ ഫോൺ വിളിച്ചവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ഭൂരിഭാഗം കമന്റുകളും. വിഷയത്തിന്റെ പ്രാധാന്യം പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ആളുകൾ വായി തോന്നിയതൊക്കെ എഴുതി പിടിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരെ ഊക്കാൻ മത്സരിക്കുന്ന മനുഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. എന്തായാലും വയനാടൻ വ്ളോഗർ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത വീഡിയോയുടെ ഭാഗങ്ങൾ കണ്ട് നമുക്ക് തിരിച്ചു വരാം. തന്തേന്റെ പ്രായമുള്ള നീയൊക്കെ നിന്റെ മോളെ പ്രായമുള്ളവർക്ക് മനസ്സിലായോ? എന്നെ സംബന്ധിച്ച് എനിക്ക് 23 വയസ്സേ ഉള്ളൂ. എന്റെ അച്ഛനാണുള്ള പ്രായം നിങ്ങൾക്കുണ്ട്, എന്റെ അച്ഛന്റെ അച്ഛനാണുള്ള പ്രായം നിങ്ങൾക്കുണ്ട്. ഇത് നിങ്ങൾ എന്ത് വർത്തമാനോട് പറഞ്ഞത്? മനസ്സിലായില്ല, മനസ്സിലാവുന്ന ഭാഷയിൽ പറയൂ. എങ്ങനെ നിങ്ങൾക്ക് എന്ത് മോഹം ഉണ്ടെന്ന് പറഞ്ഞേ? എന്ത് മോഹം ഉണ്ടെന്നാ പറഞ്ഞേ? എന്നാ പിന്നെ ഫോൺ വെച്ചിട്ട് പോയിക്കൂടെ? എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? ഹലോ, എത്ര വയസ്സുണ്ട്? എടാ തന്തേന്റെ പ്രായമുള്ള നീയൊക്കെ നിന്റെ മോളെ പ്രായമുള്ളവക്ക് മനസ്സിലായോ? എന്ത് അവന്റെ മോഹം നീ വെച്ചു പോലെ വെച്ചു. ഹലോ, നീ സംസാരിക്കേ. നിന്നോട് രാവിലെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു റോങ് നമ്പർ ആണെന്ന്. എന്താ നിന്റെ വിചാരം? ഒരു പെണ്ണിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞ നിന്റെ വയസ്സ് എത്ര? 63 വയസ്സ്. 63 വയസ്സുള്ള ഒരാള് വിളിച്ചിട്ട് പറഞ്ഞ വർത്താനം അത് കട്ടാക്കി. അങ്ങനെ സോറി പറയാൻ പാടില്ല. നിങ്ങൾ അറിഞ്ഞോണ്ട് പറഞ്ഞതാണ്. അറിയാണ്ട് നിങ്ങൾ ചെയ്തതാണെങ്കിൽ സോറി. പക്ഷെ നിങ്ങൾ അറിഞ്ഞോണ്ടാണ് ഈ പറയുന്നത്. അറിഞ്ഞോണ്ടാണല്ലോ നിങ്ങൾ ഈ 3-4 പ്രാവശ്യം എന്റെ ഫോണിലേക്ക് കോൾ വന്നത്. 63 വയസ്സായ ആൾ എന്നോട് എന്താ വിളിച്ചിട്ട് സംസാരിച്ചത് ആദ്യം? എന്നെ സംബന്ധിച്ച് എനിക്ക് 23 വയസ്സേ ഉള്ളൂ. എന്റെ അച്ഛനാണുള്ള പ്രായം നിങ്ങൾക്കുണ്ട്, എന്റെ അച്ഛന്റെ അച്ഛനാണുള്ള പ്രായം നിങ്ങൾക്കുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്ത് വർത്തമാനോട് പറഞ്ഞത്? അങ്ങനത്തെ വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞു എനിക്കൊരു മോഹം ഉണ്ടാവും, എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിങ്ങളല്ലേ കുട്ടിനോട് ഇങ്ങനെയല്ലേ തന്ത പറയല്? ആളുടെ സംസാരം കേട്ടാൽ തന്നെ അറിയാലേ കക്ഷി നല്ല വെള്ളത്തിലാണെന്ന്. പക്ഷെ അതൊന്നും പറഞ്ഞ് തെണ്ടിത്തരണത്തിന് ന്യായീകരണമാവില്ല എന്നുള്ളതാണ്. എനിക്കൊരു മോഹമുണ്ട്, നടക്കോ? തമ്മിൽ പറ്റുമോ എന്നൊക്കെയാണ് ഇയാൾ ചോദിക്കണത്. ഫുൾ കോഡ് ഭാഷ അല്ലേ? പക്ഷെ ചോറ് തിന്നുന്ന ആൾക്കാർക്ക് മനസ്സിലാകും ആൾ ഇൻഡയറക്റ്റ് ആയിട്ട് കളി ചോദിച്ചതാണെന്നുള്ളത്.
വയസ്സിലൊക്കെ പൂതില്ലേ? 63 വയസ്സുള്ള ആൾക്ക് എക്സ്പയറി ഡേറ്റ് തീരാനായി, എന്നിട്ടും കഴുപ്പ് മാറിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലാവരും ചിലർക്ക് വയസ്സാകുമ്പോൾ ആക്രാന്തം കൂടുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ? ഈ വയസ്സന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന സെക്ഷൽ ഹറാസ്മെന്റ് ഒക്കെ ഒരുപാട് പെൺകുട്ടികൾ പങ്കുവെച്ചിട്ടുള്ളത് നമ്മൾ കേട്ടതാണ് അല്ലേ? എന്തായാലും നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗം കൂടി കണ്ട് തിരിച്ചു വരാം. അങ്ങനത്തെ മനുഷ്യനായിട്ടാണോ ഒരു പെണ്ണിന്റെ ഫോണിലേക്ക് വിളിച്ച് ഇമ്മാരി വർത്താനം പറയുന്നത്? നമ്പർ മാറിയല്ലേ? എന്ത് നമ്പർ? ഞാൻ രാവിലെ വിളിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇത് നിങ്ങൾ ഉദ്ദേശിച്ച നമ്പർ അല്ല, നിങ്ങൾ ഉദ്ദേശിച്ച നമ്പർ അല്ല എന്നുള്ളത് പലവട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ 2 പ്രാവശ്യം വിളിച്ചു. 3-ാമത്തെ പ്രാവശ്യം ഞാൻ ഫോൺ എടുത്തത്. ഞാൻ എടുത്തിട്ട് നിങ്ങൾ വിളിച്ച് ചോദിച്ച കാര്യം എന്റെ അടുത്ത് റെക്കോർഡ് ഉണ്ട്. 63 വയസ്സാണ് എനിക്ക്. പെൻഷൻ 6 മാസം പെൻഷൻ കിട്ടാനാണ്. 6 മാസത്തെ പെൻഷൻ കിട്ടാൻ നിൽക്കുന്ന ആളാണ് ഈ വർത്താനം പറയുന്നത്. നമ്പർ മാറിയതല്ലോ. ഈ നമ്പർ മാറിയത് ഒരു പെണ്ണിനോടാണ് സംസാരിക്കാൻ പാടുമോ? അത് നിങ്ങൾ പറയും. നിങ്ങള് നിക്ക് ഞാൻ ഫോൺ എടുത്തപ്പോ നിങ്ങൾ എന്നോട് എന്താ പറഞ്ഞേ? ഹലോ, കോള് കട്ട് ചെയ്യാണ്. ഇപ്പൊ മൂപ്പരാരുമല്ല. ഞാൻ അയാളടുത്ത് കാര്യങ്ങൾ പറഞ്ഞ ആദ്യം വിളിച്ചപ്പോ ചിങ്കുവാണ് എടുത്തത്. ചിങ്കു പറഞ്ഞു നിങ്ങൾ ഉദ്ദേശിച്ച നമ്പർ മാറി വെച്ചു. പിന്നെ വിളിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാനാണ് എടുത്തത്. ഞാൻ എടുത്തപ്പോ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു, അപ്പൊ തന്നെ വെച്ചു. പിന്നെ വിളിച്ചോണ്ടിരിക്കുക. ഞാൻ പിന്നെ എന്താക്കി, ഒരു 2 കോൾ കഴിഞ്ഞ് 3-ാമത്തെ കോളിൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തത്. പിന്നെ ഇത് എനിക്ക് പറഞ്ഞത് ക്ലിയർ ആവുന്നില്ല, അത് വേറൊരു കാര്യം. അതിനിടയിൽ കൂടെ ഇയാൾ പറഞ്ഞത് എനിക്കൊരു മോഹമുണ്ട് നടക്കും എന്നുള്ളത്. എന്താ ഇതിനൊക്കെ പ്രായം 63 വയസ്സ്. ഓൻ 6 മാസത്തെ പെൻഷൻ ഓനക്ക് ഇനിയും പെൻഡിങ് ആണ്. ചോദിക്കുന്ന വർത്താനാണ് ഇത്. നിങ്ങൾ കേക്ക്. എന്റെ അച്ഛന്റെ അച്ഛനാവുള്ള പ്രായമുണ്ട്, എന്നിട്ട് വിളിച്ച് പറയുന്ന വർത്താനം നോക്ക്. ഐ ശരി, അങ്ങനല്ലേ? സംഗതി കൈവിട്ടു പോയിന്ന് കണ്ടപ്പോ നമ്പർ മാറിപ്പോയതാണെന്ന് പറഞ്ഞുകൊണ്ട് ആശാൻ നൈസായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കാണ് അല്ലേ? സോറൊക്കെ പറയുന്നുണ്ട്. അത് പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് അവസാനം സോറി വരണ വലിയ കാര്യമാണല്ലോ. എന്തായാലും പാവത്തിന് 6 മാസത്തെ പെൻഷനൊക്കെ കിട്ടാണ്ട് ഇനിയിപ്പോ വല്ല ഗവൺമെന്റ് വിരോധി എങ്ങാനും ആണോ? അല്ല, എനിക്കത് കേട്ടപ്പോ ഒരു വയസ്സ് തന്നെയാണോ എന്ന് സംസാരത്തിൽ ഇങ്ങനെ തോന്നിപ്പോയി. കാരണം ഇമ്മാതിരി പ്രശ്നത്തിനിടയിൽ കൂടെ നീ പെട്രോളിന് വില കൂട്ടുമല്ലടാ എന്ന ടൈപ്പ് ചളികളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ വിളിച്ചത് ഏതെങ്കിലും ചെറുപ്പക്കാരനാവാനാണ് സാധ്യത. ആരാലും പെണ്ണിനെ വിളിച്ച് കളി തരുമോ എന്ന് ചോദിക്കുന്നതിന് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല അല്ലേ? പക്ഷേ ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നേരെ തിരിച്ചാണ്. 1-2 കമന്റുകൾ ഞാൻ വായിച്ചുതരാം. നമ്മുടെ സ്ത്രീകൾ ഒരു അടക്കവും ഒതുക്കവും ഒക്കെ വേണം, കുടുംബമൊക്കെയുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച്. അപ്പോ പറയും കാലമൊക്കെ മാറിയെന്ന്. കാലം ഒരിക്കലും മാറിയില്ല. സ്ത്രീകൾ എന്നും സ്ത്രീകൾ തന്നെ, പ്രകൃതി നിയമമാണ്. ആഹാ, ഒരു കുലസ്ത്രീയല്ല വഴിക്ക് പോയത്. ഈ അടക്കവും ഒതുക്കവും ഉള്ള ടീംസിനൊന്നും ഇപ്പോഴും വംശനാശം സംഭവിച്ചില്ലേ? സ്ത്രീ അബലമാണ്, ചപലമാണ്. ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും ഇലക്കാണ് കേട്. ഒലക്ക. ഇവർക്കൊന്നും ബോറടിക്കില്ലാവോ? എന്തായാലും ബോധം വെക്കാൻ പോണില്ല. അപ്പൊ പിന്നെ ബോറടിച്ചെങ്കിലും നിർത്തിപ്പോയാ അത്രയും സമാധാനമാവല്ലോ. അതുകൊണ്ട് പറഞ്ഞു പോയത്. കഴിഞ്ഞില്ല, വേറെ 2 കമന്റ് കൂടി നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങൾക്ക് അതും കേൾക്കും, അതിനപ്പുറവും കേൾക്കും. കാരണം ഇത് കാണുന്നവർ പല ജനങ്ങളാണ്. അതുകൊണ്ട് എല്ലാം സഹിച്ചേ പറ്റൂ. പെണ്ണുമ്പിള്ളയെ കൊണ്ട് ഓരോരോ വീഡിയോ ഇടുമ്പോൾ ആലോചിക്കണം, ആരെങ്കിലും ഒക്കെ വിളിക്കുമെന്ന്. അത് അതിൻ്റെതായ രീതിയിലും എടുക്കണം. അല്ലെങ്കിൽ അതെ ഞങ്ങൾ എന്ത് തോന്നിയ അസുഖം പറയും, എന്തും ചെയ്യും. ചിലപ്പോൾ കയറി പീഡിപ്പിച്ചെന്നും വരും. അതൊക്കെ മിണ്ടാതിരുന്ന് സഹിച്ചോളണം അല്ലേ? കാരണം നീ നിന്റെ പെണ്ണുമ്പിള്ളയെ പിടിച്ച് വീഡിയോയിലൊക്കെ നാട്ടുകാരെ കാണിച്ചിട്ടല്ലേ? അപ്പൊ പിന്നെ അത് സഹിച്ചേ പറ്റൂ. ഞങ്ങൾക്കൊക്കെ ഒരു പെണ്ണിനെ കണ്ടാൽ മതി, അപ്പൊ കമ്പിയാവൂ. അനുഭവിച്ചോ? ബെസ്റ്റ്. എന്താ ഞാനിതിനൊക്കെ പറയാ? നിങ്ങൾക്ക് അവരുടെ കണ്ടന്റുകളൊന്നും ഇഷ്ടമായില്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഭൂരിഭാഗം ആളുകളും അങ്ങനെ ഇഷ്ടമില്ലാത്തവർ തന്നെയാണ്. നിങ്ങൾക്ക് അത് കാരണമായി അവരുടെ കമന്റ് ബോക്സിൽ ചെന്ന് എത്ര ആണെങ്കിലും ട്രോളാം, ഒരു കുഴപ്പമില്ല. പക്ഷെ അത് മാന്യമായ രീതിയിലായിരിക്കണമെന്ന് മാത്രം. ഇനിയിപ്പോ നിങ്ങൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന തരത്തിൽ ഒരുപാട് വീഡിയോസ് ഇവർ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അതിന്റെയൊക്കെ ചൊറുക്കിങ്ങനെ സെക്ഷൽ ഹറാസ്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോക്ക് താഴെ തീർക്കരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീരെ സംസ്കാരമില്ലാത്ത മനുഷ്യന്മാർക്ക് എങ്ങനെ ചെയ്യത്തുള്ളൂ? ഇവരാരെയും പിടിപ്പിക്കൊന്നും ചെയ്തില്ലല്ലോ. കുറച്ച് ഊള വീഡിയോസ് ചെയ്തു. അതിനാവശ്യത്തിനുള്ള ഊക്ക് ആ സ്പീസിൽ അവർക്ക് കിട്ടുന്നുമുണ്ട്. ഞാനും മുമ്പ് ഇവരെ നല്ലപോലെ റോസ്റ്റ് ചെയ്തതാണ്. അതൊക്കെ വേണ്ടതാണ്. പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് അവരോട് ഐക്യപ്പെടാൻ പറ്റണം. അപ്പോഴാണ് നമ്മൾ നല്ല മനുഷ്യരാവുന്നത്. ഇത്രയും കാലം അവരെ കളിയാക്കിയില്ലേ, ഇനിയും ഭാവിയിൽ വേണമെങ്കിൽ മാന്യമായി കളിയാക്കിക്കോ. പക്ഷെ ഇപ്പൊ അവരുടെ കൂടെ നിൽക്കുകയായിരുന്നു വേണ്ടിയിരുന്നത്. തീർച്ചയായും അത് അവർ അർഹിക്കുന്നുണ്ട്. ഇനി കൂടെ നിന്നില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി. ഓൾറെഡി സെക്ഷൽ ഹറാസ്മെന്റ് നേരിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ വീണ്ടും അതിനേക്കാളും മോശം വാക്കുകൾ കൊണ്ട് ഉപദ്രവിക്കുന്നത് ആ ഫോൺ വിളിച്ച ആള് ചെയ്തതിനേക്കാളും വളരെ മോശപ്പെട്ട കാര്യമാണ്. ഇനിയിപ്പോ കുറെ പേര് കമന്റ് ആയിട്ട് വരും, ഇതൊക്കെ അവരുടെ തട്ടിപ്പാണ്, കണ്ടന്റിന് വേണ്ടി, റീച്ചിന് വേണ്ടി അവർ സെറ്റ് ചെയ്ത് വിടുന്നതാണ്. ഇനി റിയൽ ആണെങ്കിൽ തന്നെ ബ്രോ പറഞ്ഞ അത്ര വിഷമൊന്നും അവർക്ക് കാണില്ല. അവർക്കൊരു കണ്ടന്റ് കിട്ടില്ല, അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും എന്നുള്ളത്. അവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഉള്ളത് പറയാലോ. എനിക്കിത് ജെന്യൂൻ ആയിട്ടാണ് തോന്നിയത്. പിന്നെ വയനാട് വ്ളോഗറിന് ഈ ഫോൺ കോൾ എത്രത്തോളം വിഷമം ഉണ്ടാക്കി എന്നുള്ളത് അളന്ന് തിട്ടപ്പെടുത്താനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എനിക്കിതൊട്ട് അറിയില്ല, അതെന്നെ ബാധിക്കത്തുമില്ല. എനിക്കിത് കണ്ടപ്പോൾ ശരിയായി തോന്നില്ല, അതുകൊണ്ട് ഞാൻ റിയാക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? ഇത്തരം ഒരു വിഷയം വന്ന സമയത്ത് കമന്റ് ബോക്സിൽ നേരിടുന്ന ഹെയ്റ്റ് ഇവർ ശരിക്കും അർഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുമല്ലോ. നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.